അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മിഷ്കാത്ത് ദർസ് 27-ാം ഭാഗം. ബാബു ഇസ്തിഹ്ബാബിൽ മാലി വൽ ഉംരി ലിത്വാഅത്തി. അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി സമ്പത്ത് സുന്നത്താണ്, അതുപോലെ വയസ്സും, അഥവാ അള്ളാഹുവിനുള്ള ആരാധനയ്ക്ക് വേണ്ടി അള്ളാഹുവേ എനിക്ക് നീ ധനം നൽകണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കൽ അത് അനുവദനീയമാണ്. അതേ പ്രകാരം പടച്ചവനെ നിന്റെ ആരാധനയ്ക്ക് വേണ്ടി, ഇബാദത്തിന് വേണ്ടി എന്റെ ആയുസ് വർദ്ധിപ്പിക്കണേ, അങ്ങനെ പ്രാർത്ഥിക്കൽ അത് സുന്നത്താണ്. അതുപോലെ സ്വത്ത് ചോദിക്കലും എന്നതിനെ പറ്റിയാണ് ഈ ബാബിൽ പറയുന്നത്. ഒന്നാമത്തെ ഹദീസ്, അൻ സഈദ് റളിയല്ലാഹു അൻഹു ഖാല, മാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു, യുഹിബ്ബു അല്ലാഹു ഇഷ്ടപ്പെടും, അൽ അബ്ദ ഒരടിമയെ. എങ്ങനത്തെ അടിമയാണ്? അത്തഖിയ, അവന്റെ സമ്പത്ത് വിരോധിക്കപ്പെട്ട കാര്യത്തിൽ ചിലവഴിക്കാത്തതായ അടിമയെ. അൽ ഗനിയ, അതോടുകൂടെ അവനിക്ക് അല്ലാഹു നൽകിയ ആ സ്വത്തിന് ശുക്ർ ചെയ്യുന്നതായ ഖനിയായ സമ്പത്തുള്ളവനായ മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. സമ്പത്തിനെ പറ്റി ഇതുവരെ കഴിഞ്ഞ ഹദീസുകളിലൊക്കെ നാം അതിനെ വളരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള, അത് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഹദീസുകളായിരുന്നെങ്കിൽ ഇനി അത് വേണം എന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ ഹദീസിൽ ആദ്യമായി ഈ ബാബിൽ പറയുന്ന ഒന്നാമത്തെ ഹദീസിൽ പറയുന്നത്, വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ സ്വത്ത് ചെലവഴിക്കുന്നതിനെ തൊട്ട് സൂക്ഷിക്കുന്ന ധനികനായ മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ തആല യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഗനിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അൽ ഖഫിയ, പിന്നെ എങ്ങനെയുള്ളവനാണ്? അൽ ഖഫിയ, അവൻ രഹസ്യമായി അവന്റെ സ്വത്തിനെ അല്ലാഹുവിന്റെ പ്രീതിയിൽ ചെലവഴിക്കുന്നവനാണ്. അങ്ങനെയുള്ള അടിമയെ അല്ലാഹു ഇഷ്ടപ്പെടും. റവാഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വദുകിറ ഹദീസ് ഇബ്നു ഉമർ ലാ ഹസദ ഫില്ലാ ഫിസ്നഹി, രണ്ട് കാര്യത്തിലല്ലാതെ അസൂയ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ് ഫളായിലുൽ ഖുർആൻ എന്ന അധ്യായത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ ഫസ്ല്, രണ്ടാമത്തെ ഹദീസ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റജുലൻ, തീർച്ചയായും ഒരു പുരുഷൻ, ഖാല, അയാൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി ഖൈറുൻ, മനുഷ്യരിൽ നിന്ന് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘമായ കാലം ജീവിക്കുകയും സൽക്കർമ്മങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, നല്ല അമലുകൾ ചെയ്യുകയും ചെയ്ത മനുഷ്യനാണ് മനുഷ്യരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായവൻ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫഅയ്യുന്നാസി ശർറുൻ, മനുഷ്യരിൽ നിന്ന് ഏറ്റവും ചീത്തയായവനാരാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ താല ഉംറുഹു, ഒരാളാണ്
അയാളുടെ വയസ്സ് വളരെയധികം ദീർഘിച്ചു, വളരെ കാലം അയാൾ ജീവിച്ചു. പക്ഷേ അയാൾ ചെയ്ത അമലുകളൊക്കെയും ചീത്തയായ അമലുകളാണ്. അങ്ങനത്തെ മനുഷ്യനാണ് ഏറ്റവും ചീത്തയായവൻ. റവാഹു അഹ്മദ് വത്തുർമുദി വദ്ദാരിമി, ഇവരെ 3 പേരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഹദീസ് വഅൻ ഉബൈദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഖാ ബൈന റജുലൈനി, 2 പുരുഷന്മാരുടെ ഇടയിൽ സഹൂർ ബന്ധം, നല്ല ഒരു ബന്ധം സ്ഥാപിച്ച് സുഹൃത്തുക്കളാക്കി മാറ്റി. അങ്ങനെ അവരിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദായി മരിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ സഹോദരൻ ഒരാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷം ഒരു രോഗവുമില്ലാതെ, അഥവാ ഷഹീദാവാതെ, യുദ്ധത്തിലല്ലാതെ അയാളെ വിരിപ്പിൽ കിടന്നുകൊണ്ട് അയാളെ മരിച്ചു. അപ്പൊ സ്വാഭാവിക മരണം സംഭവിച്ചു. അങ്ങനെ സഹാബാക്കൾ ഈ സ്വാഭാവിക മരണം മരിച്ച ആളുടെ മേൽ നിസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഖുൽതും, ഈ മയ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിച്ചപ്പോ എന്താണ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്? അതാണ് മാ ഖുൽതും, നിങ്ങൾ എന്താ പറഞ്ഞത് അല്ലാഹുവിനോട്? ഖാലു, അവര് പറഞ്ഞു, ദഅൗനല്ലാഹ, ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അയ്യഗ്ഫിറലഹു, ഞങ്ങളുടെ ഈ സഹോദരന് പുറത്തു കൊടുക്കുവാനും, വയർഹമഹു, അയാളോട് കരുണ കാണിക്കാനും, വയൽഹഖഹു ബിസാഹിബിഹി, അയാളുടെ സുഹൃത്തായ ഷഹീദായി മരിച്ച ആളോടൊപ്പം ഇയാളെയും സ്വർഗ്ഗത്തില് ചേർക്കാനും നിങ്ങൾ പ്രാർത്ഥിച്ചു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫഅയിന സലാത്തു, അപ്പൊ അയാൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ എവിടെ? ബഅദ സലാത്തി, ഷഹീദായി മരിച്ച ആള് ഒരാഴ്ച മുമ്പ് മരിച്ചില്ലേ? അയാളുടെ നിസ്കാരം അയാളെ മരണത്തോട് കൂടെ തീർന്നില്ലേ? അതിനുശേഷം ഒരാഴ്ച ഇയാൾ നിസ്കരിച്ചില്ല. ആ നിസ്കാരം എവിടെയാണ്? ആ ഷഹീദായി മരിച്ച ആളുടെ അമല് കഴിഞ്ഞതിനു ശേഷവും ഒരാഴ്ചയോളം ഇയാൾ ചെയ്തില്ല അമലുകൾ, അത് എവിടെയാണ്? ഔകാലങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സിയാമുഹു ബഅദ സിയാമിഹി എന്നാണ്. അയാളുടെ നോമ്പെല്ലാം മുറിഞ്ഞതിന് ശേഷം, നോമ്പ് നോൽക്കാൻ പറ്റാത്ത സമയത്തിന് ശേഷം പിന്നെയും ജീവിച്ചില്ല ഇയാൾ, എന്നിട്ട് നോമ്പ് നോറ്റില്ലേ? ഇയാളുടെ നോമ്പ് എവിടെയാ? ഈ രണ്ടാളുകളുടെയും ഇടയിലുള്ളതായ ദൂരം ആകാശഭൂമികളുടെ ഇടയിലുള്ളതിലേറെ ദൂരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഇവിടെ ചെറിയ വിശദീകരണം ആവശ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഷഹീദായി മരിച്ച ഒരാളുടെ സ്ഥാനത്തേക്ക് ഷഹീദല്ലാതെ മരിച്ച ഒരാള് എത്ര തന്നെ ഇബാദത്ത് ചെയ്താലും എത്തുകയില്ല. അത് വലിയ ഒരു മഹത്വമാണ്. പിന്നെ ഈ ഹദീസിൽ ഇങ്ങനെ പറയാനുള്ള കാരണം, ഈ 2 പേരും ഒരേപോലെ യുദ്ധമുണ്ടായാൽ ഷഹീദായി മരിക്കാൻ വേണ്ടി തയ്യാറായി മരണം വരെ നിന്നവരാണ്. അതുകൊണ്ട് ഷഹീദാവുക എന്ന പ്രതിഫലം 2 ആൾക്കും ഒരുപോലെ ഉണ്ട്. അതിന്റെ പുറമെയാണ് ഇയാൾക്ക് കൂടുതൽ നിസ്കാരങ്ങളും നോമ്പും കിട്ടിയത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്. സഹാബാക്കൾ മനസ്സിലാക്കിയതിൽ തെറ്റില്ല എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. റവാഹു അബൂ ദാവൂദ് വന്നസായി, ഈ ഹദീസ് അബൂ ദാവൂദ്, നസായി എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് റളിയല്ലാഹു അൻഹുമ. 4-ാമത്തെ ഹദീസ് വഅൻ അബീ കബ്സത്തുൽ അൻമാരി, അബൂ കബ്സത്തുൽ അൻമാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം,
അന്നഹു സമിഅ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖൂലു പറയുന്നത് ഞാൻ കേട്ടു. ഞാനല്ലട്ടോ, ആരെ കേട്ടെ? അബൂ ഖബ്സത്തുൽ അൻമാരി റളിയല്ലാഹു അൻഹു കേട്ടു. എന്താ പറയുന്നത്? സലാസുൻ, 3 കാര്യം, ഉഖ്സിമു അലൈഹിന്ന, ആ 3 കാര്യം ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. വഉഹദ്ദിസുകും ഹദീസൻ, ഒരു ഹദീസ് അതിനു ശേഷം ഞാൻ വലിയൊരു ഹദീസും പറഞ്ഞു തരുന്നു. ഫഅഫ്ദൂഹു, ഇത് നിങ്ങൾ മനഃപ്പാഠമാക്കണം. 3 കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് ഞാൻ ആദ്യം സത്യം ചെയ്തുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്. അതിനുശേഷം ഒരു ഹദീസും നിങ്ങളോട് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ മനഃപ്പാഠമാക്കണം എന്നാണ്. ഫഅമ്മല്ലദീ ഉഖ്സിമു അലൈഹിന്ന, ഞാൻ സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചു പറയുന്ന 3 കാര്യത്തിൽ നിന്ന് ഒന്നാമത്തത്, ഒരടിമയുടെ സമ്പത്തിനെ ചുരുങ്ങുകയില്ല. മിൻ സദഖത്തിൻ, അയാൾ സദഖ ചെയ്താൽ സമ്പത്ത് ചുരുങ്ങുകയില്ല, അത് വർദ്ധിക്കുകയേ ഉള്ളൂ. അതാണ് ഒരു കാര്യം. 2, ഒരടിമയെ, ഒരാളെ മറ്റൊരാൾ ആക്രമിക്കുകയും എന്നിട്ട് ആക്രമിക്കപ്പെട്ടവനെ ക്ഷമിക്കുകയും ചെയ്താൽ അവനിക്ക് പ്രതാപത്തിനെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടല്ലാതെ ഇല്ല. അതാണ് രണ്ടാമത്തെ കാര്യം. 3, ജനങ്ങളോട് ചോദിക്കുക എന്ന വാതിലിനെ, അഥവാ ചോദിക്കുക എന്നതിനെ ഒരു അടിമയും തുറക്കുകയില്ല. ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖ്രിൻ, ദാരിദ്ര്യത്തിന്റെ വാതിൽ അവന്റെ മേലിൽ അല്ലാഹു തുറന്നിട്ടല്ലാതെ. ജനങ്ങളോട് ചോദിക്കാൻ വേണ്ടി നടന്നാൽ ദാരിദ്ര്യം അവനിലേക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതാണ് 3ാമത്തെ കാര്യം. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഹദീസ്, നിങ്ങൾ മനഃപ്പാഠമാക്കണമെന്ന് പറഞ്ഞ ഹദീസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഹദീസ്, ഈ ദുന്യാവ് 4 വിഭാഗം ആളുകളാണ് ദുന്യാവിലുണ്ടാവുക. ദുന്യാവിലുള്ള ആളുകളെല്ലാം കൂടി ടീമുകളാക്കി മാറ്റിയ 4 ടീമാണ് ഉണ്ടാവുക. പന്തളിക്കുന്ന ടീമല്ല കേട്ടോ. 1, അടിമയാണ്. അവനിക്ക് അല്ലാഹു മുതൽ നൽകി, വഇൽമൻ, അറിവും കൊടുത്തു. അവനാ സ്വത്തിൽ റബ്ബിനെ സൂക്ഷിക്കുന്നു. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബ് പറയുന്ന രീതിയിൽ അവന്റെ അറിവ് കൊണ്ട് പ്രവർത്തിച്ചിട്ട് അവൻ ആ സ്വത്തനുസരിച്ച് ആ സ്വത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഒരു വിഭാഗം അങ്ങനത്തെ ആൾക്കാരാണ്. അത് കുറെ ഉണ്ടാവും, ഒരാളല്ല. വയസിലു റഹ്മഹു, അവൻ കുടുംബബന്ധം ചേർക്കുന്നു, കുടുംബക്കാർക്കൊക്കെ അവൻ നൽകുന്നു. ആ സ്വത്തിന്റെ എല്ലാ കടമകളെയും അവൻ നിർവഹിക്കുന്നു. അല്ലാഹുവിനു വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. ഫീഹി, ആ സ്വത്തിൽ, ബിഹഖിഹി, അതിന്റെ എല്ലാ ബാധ്യതയും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇയാൾ സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും പുണ്യമായ സ്ഥാനത്തിന്റെ ഉടമയാണ്. അയാൾ ധനികനാണ്, പക്ഷെ അയാൾ ധനം കൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഉന്നത സ്ഥാനത്ത്. രണ്ടാമത്തത് ഒരടിമയാണ്. റസഖഹുല്ലാഹു ഇൽമൻ, അയാൾക്ക് അല്ലാഹു അറിവ് നൽകി, പണ്ഡിതനായി. വലം യർസുഖുഹു മാല, മുതൽ കൊടുത്തില്ല. അയാൾക്ക് നല്ല നിയ്യത്തോടു കൂടെ അയാൾ പറയുന്നു. അയാൾ പറയുന്നു, ലൗ അന്നലി മാലൻ, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ലഅമിൽതു ബിഅമലി ഫുലാൻ, ഈ മനുഷ്യൻ ചെയ്യുന്നത് പോലെ എന്റെ സമ്പത്ത് കൊണ്ട് ഞാനും ചെയ്യുമായിരുന്നു. ഫഅജ്റുഹുമാ സവാഉൻ, ഈ രണ്ടാളുടെയും കൂലി സമമാണ്.
ഒരേ പ്രതിഫലം ഈ രണ്ടാൾക്കും കിട്ടും. ഒരാൾക്ക് സ്വത്തുണ്ടായി, മറ്റേ ആൾക്ക് ഉണ്ടായില്ല. പക്ഷെ നിയ്യത്തനുസരിച്ച് ഇങ്ങനെയുള്ള നല്ലൊരു വിഭാഗം ആളുകളും ഉണ്ടാകും. അപ്പൊ രണ്ട് വിഭാഗങ്ങളായി. ഈ മൂന്ന് അടിമയാണ് അവനിക്കല്ലാഹു സമ്പത്ത് നൽകി, ധനം നൽകി, ഇൽമു കൊടുത്തില്ല, അറിവില്ല, ജാഹിലാണ്. അയാളുടെ മുതലിൽ അനിയന്ത്രിതമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നിയന്ത്രണമില്ലാതെ മുതലെങ്ങനെ വാരിക്കോരി നല്ലതിലേക്കും ചീത്തയിലേക്കും ഹറാമിലേക്കും ഹലാലിലേക്കും ഒക്കെ നിയന്ത്രണമില്ലാതെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരറിവും കൂടാതെ ആ സ്വത്ത് ചെലവഴിക്കുന്നതിൽ റബ്ബിനെ അയാൾ സൂക്ഷിക്കുന്നില്ല. കുടുംബബന്ധത്തിനെ അയാൾ ചേർക്കുന്നില്ല. ആ സ്വത്തുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ അയാൾ വീട്ടുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യനാണ്. ഇയാളുടെ സ്ഥാനത്തിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്തുള്ളവനാണ്. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഇങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ടാവും. മൂന്ന് ഗ്രൂപ്പായി. ഒരടിമയാണ് അയാൾക്ക് അല്ലാഹു അറിവ് നൽകിയില്ല, സ്വത്തും നൽകിയില്ല. പക്ഷേ അയാൾ പറയുന്നു, ലൗ അന്നനി മല, എനിക്ക് സ്വത്തുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യൻ ചെയ്യുന്നത് പോലെ ഒരു നിയന്ത്രണവുമില്ലാതെ ഹറാമിലേക്കും ഹലാലിലേക്കും എല്ലാ കാര്യത്തിലേക്കും എന്റെ സ്വത്ത് ഞാൻ ചെലവഴിക്കുമായിരുന്നു. അയാളുടെ മനസ്സിൽ അതാണുള്ളത്. ഇവര് രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാകുന്നു. 4 വിഭാഗമായി. ഈ ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. വഖാല, അവർ പറഞ്ഞു, ഹാദാ ഹദീസുൻ സഹീഹുൻ, ഇത് സഹീഹ ഹദീസാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഈ ഹദീസ് ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ പ്രതിഫലം, ഉമ്മയും ഉപ്പയും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരുടെ ഖബറിലേക്കും അതുപോലെ മരണപ്പെട്ടു പോയ സുഹൃത്തുക്കൾ, കുടുംബത്തിലുള്ളവർ, ഉസ്താദുമാർ, അവരുടെ അർവാഹിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. വിജയികളിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.